പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ എല്ലാവർക്കും സുഖമല്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളാ? പിന്നെ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടോ സുഹൃത്തുക്കളോടാണ്, നമ്മളെ ഓട്ടോ വർക്കേഴ്സ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഈ നോട്ട് കണ്ടോ നിങ്ങള്? നോട്ടിന്റെ അവസ്ഥ ഉണ്ട് നിങ്ങൾ വളരെ പഴക്കം ചെന്നതാണ്. ഇതുപോലുള്ള പല നോട്ടുകളും എൻ്റെ കയ്യിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ തിരക്കിനിടയിൽ നമ്മളെ വണ്ടിയിൽ വാഹനത്തിൽ കയറുന്ന ഓട്ടോയിൽ കയറുന്ന പാസഞ്ചേഴ്സ് ചില ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. ഇതിലും തരം താണുന്ന പണി നമ്മുടെ പാസഞ്ചേഴ്സ് ചെയ്യുന്നുണ്ട്. ഈ പാസഞ്ചേഴ്സ് മീൻസ് എന്ന് പറഞ്ഞാൽ പല മാന്യന്മാരെന്ന് പറഞ്ഞാൽ മാന്യതയുള്ള ഡ്രസ്സ് ഇട്ട് ഇൻസ്പയർഡ് ആക്കിയിട്ട് വന്നിട്ട് ചില സ്ത്രീകളും ഇതേപോലെ ചെയ്യലുണ്ട്. കാരണം നോട്ട് ചില സമയം ഇങ്ങനെയുള്ള നോട്ടുകൾ തരും. പിന്നെ കീറിയ നോട്ട് എന്ന് പറഞ്ഞാൽ സെലോ ടാപ്പെല്ലാം അടിച്ചിട്ട് ഒരു സൈഡെല്ലാം അടിച്ച് നമ്മൾ കാണാത്ത വിധത്തിൽ ഈ രീതിയിലാണ് ചില പാസഞ്ചേഴ്സ് നമുക്ക് പണം തരിക, പൈസ തരിക ഈ ലെവലിൽ. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ചെയ്യുന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരാളെ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞും കൊണ്ട് ഒരാൾ നമ്മളെ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ 10 ആൾക്കാർ നിങ്ങളെ വഞ്ചിതരാക്കും. മനസ്സിലായില്ല? കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ നമ്മളെ ഈ 3 മുക്രാചക്രം ഓട്ടിയിട്ട് ജീവിക്കുന്ന, കുടുംബം പോറ്റാൻ വേണ്ടി ജീവിക്കുന്ന ഈ ഓട്ടോക്കാരോട് ചെയ്യുന്ന മര്യാദ ഇല്ലാത്ത ഒരു പരിപാടി. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയാൻ കാരണം, ഈ വീഡിയോ എടുത്തിടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് സ്ഥിരം തുടർക്കഥയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് എൻ്റെ ഓട്ടോ ഡ്രൈവർമാരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം എന്താണ്, ഈ 10ന്റെ നോട്ട്, 20ന്റെ നോട്ട്, 50ന്റെ നോട്ട്, ഈ 3 നോട്ടുകളും മേടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ 100ന്റെയും 200ന്റെയും വളരെ ക്ലിയർ ചെയ്തിട്ട് നോക്കിയിട്ടേ നമ്മൾ നോട്ടുകൾ മേടിക്കാറുള്ളൂ. ഇതെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇതുപോലുള്ള പല നോട്ടുകളും നമുക്ക് ഉപയോഗത്തിന് എത്തുന്നില്ല. അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല, അത്രയും ഇതുകൊണ്ടാണ് നിങ്ങളോട് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓട്ടോ സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധിക്കുക. അവർ ഏത് സ്റ്റോപ്പിൽ ഇറങ്ങുന്നത് അവര് തിരക്കിട്ടിട്ട് നിങ്ങൾക്ക് കയ്യിൽ മെയിൻ എന്നാണ് ഇവര് പരിപാടി എന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ തിരക്കിട്ടിട്ട് പൈസ ഇങ്ങനെ കയറ്റുന്ന ഒരൊറ്റ പോക്കാം. അവർക്കറിയാം ഇതിൽ അങ്ങനത്തെ നോട്ടുകൾ ഉണ്ട്. അങ്ങനെ ചെയ്യുന്നവരോടെ നമ്മൾ പറയുന്നത്, നിങ്ങൾ ഒരാളെ വഞ്ചിച്ചോ, നിങ്ങളെ 10 ആൾക്കാർ കൂടി നിങ്ങൾ വഞ്ചിതരാവും. അത്രേ ഞാൻ പറയുള്ളൂ. ചതിക്കരുത് ഒരിക്കലും. നമ്മളെ ഓരോരോ തൊഴിലിന് അതിൻ്റെതായുള്ള ഒരു നിലപാടുണ്ട്, അതിൻ്റെതായുള്ള ഒരു ഇതുമുണ്ട്. അല്ലാണ്ട് നിങ്ങൾ വെറുതെ തരുന്ന പണമൊന്നല്ല ഞമ്മക്ക്, അതായത് നമ്മൾ ഈ ഓട്ടോ ഡ്രൈവർമാർ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് ചെറ്റത്തരാണെങ്കിലും ചെറ്റത്തരം ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ള മനസ്സിലായിക്കോ. ഇതുപോലുള്ള നോട്ടുകൾ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അവർ മേടിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ തന്നെ ഞാൻ കാരണം. അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ഇതാണ് നമ്മുടെ നാട്ടിൻപുറങ്ങള്, അതായത് ടൗൺ പ്രദേശങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഓട്ടോ ഡ്രൈവർമാരോടാണ് എനിക്ക് റിക്വസ്റ്റ്, വളരെ ശ്രദ്ധിക്കുക. കാരണം എന്താണ്, നമ്മൾ വഞ്ചിക്കപ്പെടും. പക്ഷെ വഞ്ചിക്കപ്പെടുന്നതിന് മുമ്പേ നമ്മൾ വളരെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നോട്ടുകൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഓക്കെ, നാളെയും കാണാം.